പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 8 ആണ്. വേദ അമ്മയുടെ അടുത്തേക്ക് വരാൻ, രാധികര അമ്മയുടെ അടുത്തേക്ക് വരാൻ കേട്ടോ. തരുണും അമ്മയും കൂടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. വേദന കണ്ട വഴിക്ക് രാധികര അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേദന കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അപ്പോൾ വേദന ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തരുണ് ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കമലാമ്മര അവിടെ ഹോസ്പിറ്റലാണ്. അപ്പോൾ ICUന്ന് ഇറങ്ങി വന്നിട്ട് അച്ഛൻ പറഞ്ഞ് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാനാണ് പറഞ്ഞതെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും വിക്രമിനെ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നന്ദിനി. അപ്പോൾ നമ്മുടെ മാഷ് പറയും, നന്ദിനി നീ ഇവിടെ കിടന്ന് പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കുന്നുണ്ട്. വീട് ജപ്തി വന്നപ്പോൾ ജപ്തി തീർക്കാനായിട്ടുള്ള കാശ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നിട്ടും നീ അതെടുക്കാൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് എങ്കിലും കമല പറഞ്ഞത് ജപ്തി ഒഴിവാക്കാനുള്ള പൈസ തന്നില്ലെങ്കിലും അവസാന കാലം വരെ കൂടെ നിൽക്കാൻ പറ്റുമെന്നാണ് കമല നിന്നോട് ചോദിച്ചത്. അതുപോലും പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് നീയും വിനായകനും കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഒന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് പറയണം കേട്ടോ. അന്നേരം നന്ദിനി ഒന്നും ഇടാതെ തലകുമ്പിട്ട് നിൽക്കുകയാണേ. അതിനുശേഷം പറയും, അതൊന്നും അറിയാതെ പൊക്കോട്ടെ, അതിനെ ഇനിയെങ്കിലും ഉപദ്രവിക്കാതിരിക്കണം. അവസാന സമയത്ത് അല്ല ഞാൻ പറഞ്ഞത് അവസാന സമയത്തൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. അത്രയും വേദന അതിന് കുറവല്ലേ അനുഭവിക്കേണ്ടി വന്നുള്ളൂ എന്ന് പറയും. ദേഷ്യം വന്നിട്ട് നിൽക്കാൻ കേട്ടോ മാഷെങ്കിലും മാഷ് കടിച്ച് പിടിച്ച് പറയാണ്, ഈ വിക്രമിനെ ഞാൻ അറിയിച്ചോളാം എന്ന് പറയാണ്. ശ്രീജയാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ഇങ്ങനെ ഇടക്കാനുണ്ട് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജ പോയി കാണുകയാണ് കേട്ടോ. ഓരോരുത്തരോട് പോയി കണ്ടോളാൻ പറഞ്ഞ് ശ്രീജ പോയി കണ്ടു വന്നിട്ട് അവിടെ ഇത് കരയാണ്. അപ്പോൾ നന്ദിനി കരഞ്ഞ പോലെ അഭിനയിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കാണിക്കുന്നത് തരുണിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേദന തോളിൽ വീണിരുന്നിട്ട്. അന്നേരം അരുണ വന്നിട്ട് പറയും, വേദനോട് റൂമിലേക്ക് പൊക്കോളാൻ പറഞ്ഞു ഡോക്ടർ എന്ന് പറഞ്ഞിട്ടോ. അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല സിസ്റ്ററെ, ഞാനിവിടെ ഇരുന്നോളാം. വേണ്ട, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ എന്ന് പറയാണ് കേട്ടോ. അന്നേരം അമ്മ പറയാണ്, മോള് പൊക്കം മോളെ, ഞാൻ ആ റൂമിലേക്ക് തന്നെയല്ലേ വരുന്നത്, മോള് പൊയ്ക്കോ എന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നാക്കി തരണമെന്ന് അരുണ ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് അരുണ സിസ്റ്ററോട് പറഞ്ഞിട്ട് വേദ അമ്മനോട് യാത്ര പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാണ് കേട്ടോ. ഈ സമയത്ത് തരുണാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ ഗുണ്ടകൾ അകത്തേക്ക് കയറി വരികയാണേ. ഇവിടെ ഒക്കെ നോക്കി നടക്കുകയാണ്. അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് വേദയ്ക്ക് മനസ്സിലാവാൻ കേട്ടോ. വേദ മാറി നിൽക്കുകയാണ്, വേറൊരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ട് ഇങ്ങനെ നോക്കാനിട്ട് ഇവരെന്താണ് പറയുന്നത്. അപ്പോൾ അവിടെ പുറത്തുള്ളൊരു അറ്റൻഡർ ആയിട്ട് ആ ഒരു കണക്ഷൻ ഉണ്ട്. അയാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മാസ്ക് എടുത്ത് വെക്കുക എന്ന് പറയാം കേട്ടോ. അങ്ങനെ അവർ മാസ്കൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഇതേ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഈ കാര്യങ്ങൾക്കൊക്കെ കൂട്ടി നിൽക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പെണ്ണിൻ്റെ പേര് ഇവിടെ ഇല്ല, വേദാവിക്രമം എന്ന് പറഞ്ഞൊരു പേരില്ല എന്ന് പറയും കേട്ടോ. ആണോ? പക്ഷേ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയതിന് ശേഷം ഒരു പെണ്ണിൻ്റെ പേര് തിരുത്തി മാറ്റിയിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അത് പക്ഷെ മുമ്പ് ഏത് പേരായിരുന്നു നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയുകയാണ്. പിന്നെ വേദന ഫോട്ടോ കാണിച്ചു കൊടുക്കതേ, ഈ പെണ്ണ് ഇവിടെ അഡ്മിറ്റ് ആണോ എന്ന് അറിഞ്ഞാൽ മതി, താനൊന്ന് സെർച്ച് ചെയ്യും. അങ്ങനെ ഗൈനക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങൾക്ക് കയറി ചെല്ലാനൊന്നും പറ്റില്ല, ഞാൻ ശ്രമിക്കാം, 2-3 ദിവസം ഞാൻ ശ്രമിച്ച് നോക്കാമെന്ന് അറിയാൻ കേട്ടോ. അപ്പോൾ ശരിയെന്ന് പറയുകയാണ്. അപ്പോൾ അതിലൊരാൾ വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദന എടുത്ത് വന്നിട്ട് ഫോൺ ചെയ്യണത്, ഹലോ ശ്രീകാന്ത് സാർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്, ഞാൻ എന്തായാലും അന്വേഷിച്ചിട്ട് 2-3 ദിവസത്തിനുള്ളിൽ വിവരം അറിയിക്കാം, ഇവിടെ എത്തിയിട്ടുണ്ട് ആൾ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് അയാൾ പോയി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേദയ്ക്ക് പെയിൻ വരികയാണ്. അപ്പോഴേക്കും സിസ്റ്റർമാർ ഓടി വന്നിങ്ങോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. വേദന പിടിച്ചിട്ട് ഇങ്ങനെ ഡെലിവറിയുടെ അഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേഗം തന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാണ്. ഈ സമയത്ത് നമ്മുടെ രാധികരെ എടുത്ത് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ രാധിക അങ്ങനെ ശ്വാസമൊക്കെ കിട്ടാണ്ട് ഇങ്ങനെ നെടുവീർപ്പിടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ വേദയ്ക്ക് വേദന കൂടുകയാണ്. അങ്ങനെ രാധികനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിക്കോളാൻ പറയാണ് കേട്ടോ. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. കഴിവിൻ്റെ പരമാവധി ഡോക്ടർ ശ്രമിച്ച് നോക്കുന്നുണ്ടെങ്കിലും രാധികനെ രക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. രാധിക മരണപ്പെടാണ്. രാധിക മാത്രമല്ല കുഞ്ഞും. അന്നേരം ഇങ്ങനെ മുഖമൊക്കെ മൂടുമ്പോൾ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, 2 എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സിസ്റ്റർ പറയും, അതെ 2 പോയി എന്ന് പറയുകയാണ്. അങ്ങനെ അരുണ സിസ്റ്റർ
വേദന റൂമിലേക്ക് വേദന അടുത്തേക്ക് വരാൻ കേട്ടോ. എന്തായി രാധികയുടെ കാര്യം എന്തായി എന്നിങ്ങനെ വേദ സങ്കടത്തോട് കൂടി ചോദിക്കണം കേട്ടോ. അപ്പോൾ അവർ പോയി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് കേട്ടോ വേദ. ഈ സമയത്ത് തരുണിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ കുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ജയിലാണ് കേട്ടോ. വിക്രമ ഡ്രസ്സൊക്കെ അലക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് ജയിൽ സൂപ്രണ്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് വിക്രമിനോട് പറയുകയാണെന്ന് എനിക്ക് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്, അപ്പം ഞാൻ ശങ്കരനാരായണ സാറിനെ കാണാം. ശങ്കരനാരായണ സാറിനോട് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ വിവരങ്ങൾ അറിയാമല്ലോ എന്ന് പറയണ്ട. ആ ശരി താങ്ക് യു സാർ എന്ന് പറയട്ടെ. ശരി അപ്പോൾ പോയി വന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ആൾ പോവുകയാണ്. ഈ സമയത്ത് വിക്രമിനെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ച ഗുണ്ട ഇതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രമിൻ്റെ അടുത്തേക്ക് അയാൾ വരികയാണ്. എന്നിട്ട് അയാൾ വിക്രമിനോട് അപ്പുറത്ത് കുക്കുന്ന പോലീസുകാരോടൊക്കെ പോയിക്കോളാനായിട്ട് കണ്ണോട് ആംഗ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൊക്കെ അവിടെ നിന്ന് നീങ്ങിപ്പോകും. വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, നിനക്ക് മാത്രം എന്താണ് ഒരു പ്രത്യേകത, സൂപ്രണ്ടുമായിട്ട് എന്താ കണക്ഷൻ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2-3 ആൾക്കാർ വന്നിട്ട് വിക്രം ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പുറത്തൊരൊറ്റ ചവിട്ടി ഔട്ടാണ്. വിക്രം ഇങ്ങനെ വീഴാണ്. പിന്നെ 2 പേര് വന്നിട്ട് വിക്രമിൻ്റെ കഴുത്തിൽ കൊടുക്കുന്ന തോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ശ്വാസം മുട്ടിക്കുകയാണ്. ശ്വാസം മുട്ടുന്ന ഒരു സമയത്ത് മാത്രം വിക്രം 2 ആളെയും അടിച്ച് ദൂരേക്ക് എറിയുന്നുണ്ട്. അതിനുശേഷം വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്, മതി മതി നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രം പോവുകയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ട് ഒരാൾ ഇഷ്ടിക വെച്ചിട്ട് വിക്രമിൻ്റെ മുഖത്തടിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വിക്രമിൻ്റെ തലയ്ക്കൊരു വടി വെച്ചിട്ട് അടിച്ച് വീഴ്ത്താണ് കേട്ടോ. അങ്ങനെ വിക്രം അവിടെ ബോധം കെട്ട് വീഴുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതും ഹോസ്പിറ്റൽ തന്നെയാണ്. വേദയുടെ അടുത്തേക്ക് വന്നിട്ട് രാധികയുടെ അമ്മ പറയുന്നുണ്ട്, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോളെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയാണ്. അന്നേരം ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ആ കുട്ടിയുടെ അടുത്ത് ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. അപ്പോൾ രാധികയുടെ അമ്മ പറയുന്നുണ്ട്, ആ ശരിയാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകാണ് കേട്ടോ. ഞാൻ വരാം മോളെ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് മാഷുടെ ഫോണിലേക്ക് ശങ്കരനാരായണൻ വിളിക്കുകയാണ്. മാഷെ ഞാൻ ഇപ്പോൾ അവിടെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയിലുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സൂപ്രണ്ടിൻ്റെ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രമിന് ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ജീവൻ പോകുന്നതിന് മുമ്പ് ഒരു നോക്ക് അവൻ കണ്ടോട്ടെ സാറേ എന്ന് പറയട്ടെ. മാഷ് ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും, ഉറപ്പായിട്ടും നമുക്ക് അവനെ കൊണ്ടുവന്ന് കാണിക്കാം, മാഷ് ടെൻഷൻ അടിക്കില്ല, ഞാനിപ്പോൾ അങ്ങോട്ട് എത്താം എന്നൊക്കെ മാഷോട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് കേട്ടോ. ആ ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. ഈ സമയത്തും നന്ദിനി ഇങ്ങനെ ഓരോരോ കുറ്റും കുശുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി പറയാം, അതേ കണ്ടില്ലേ മരിക്കാൻ പോണ വിവരം വിളിച്ച് പറയുന്നത് ആരാ, വിശ്വേട്ടനോടാണ് പറഞ്ഞത്, ആൾക്കാരോട് വിളിച്ച് പറയുന്നത്, നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, എനിക്കിപ്പോൾ എന്താ വേണ്ടത്, ഞാൻ വിളിച്ച് പറയണോ മരിക്കാൻ പോകണമെന്ന്? ആ വേണ്ട, നിങ്ങൾ പറയണ്ട, നിങ്ങളവിടെ തന്നെ നിന്നോ എന്ന് പറയട്ടോ. എനിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് വിനായകൻ ദേഷ്യത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി പറയും, എനിക്ക് പറയാനുള്ളത് ഞാൻ ആരെ മൂത്തായാലും നോക്കി പറയും, എനിക്കങ്ങനെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല എന്ന് പറയും. പിന്നെ ശ്രീജ പോയി കണ്ടു വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഞാനായിട്ട് കാണാണ്ടിരിക്കേണ്ട, ആ ചടങ്ങ് മാറ്റി വയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നന്ദിനി അകത്തേക്ക് കയറി പോകാൻ കേട്ടോ. അപ്പോൾ അത് വേണോന്ന് വിനായകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. വേണം എന്ന് പറയും കേട്ടോ. അതിനുശേഷം അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും ദോഷമായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുള്ളൂ, പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ്. അമ്മേനെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ കെടുക്കാതെ എല്ലാം നേരെയാകട്ടെ, എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗുരുവായൂരപ്പ. എന്നിട്ട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം മംഗളായി നടക്കട്ടെ എന്ന് നമ്മുടെ കമലാമ്മനെ നോക്കിയിട്ട് പറയാണ് കേട്ടോ നന്ദിനി. പക്ഷേ നന്ദിനി പോയ അപ്പോൾ തന്നെ കമലാമ്മയ്ക്ക് ഫിക്സ് വരികയാണ് കേട്ടോ. ഇത്രയാണ് 8ാമത്തെ എപ്പിസോഡിലുള്ളത്.